ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ പടം സർവമയം. സർവമായ. അത് ഇംഗ്ലീഷിൽ മായ എന്നാണ്, മനസ്സിലായി? MAYA. സർവമായ. മായ യാ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇംഗ്ലീഷ് ഞാനത് ശ്രദ്ധിച്ചിട്ടേ, ഞാനത് നോക്കി ഇംഗ്ലീഷിൽ സർവമായ. അപ്പം പടത്തിനെ കുറിച്ച് എല്ലാരും പറയും. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആണ് ഇത്. അല്ല, ടോവിനോ എന്തിനാ പറഞ്ഞപ്പോ അത് മാറിപ്പോയത് പേര്. മറ്റേ ചെങ്ങനെ ഉദ്ദേശിച്ചേ എല്ലാം ഇവനെന്നെ ഉദ്ദേശിച്ച, നമ്മളെ നിവിൻ പോളിനെ ഉദ്ദേശിച്ചത് ടോവിനായി പോയതാണ്. ഡയറക്ടർ സത്യനന്ദിക്കാടിന്റെ മകൻ. ചെങ്ങായിര് മറ്റേ സിനിമ അടിപൊളിയാണ്, വരാൻ ആവശ്യമുണ്ട്. ചങ്ങായില്ല അതെന്നറിയാ, അതാ സിനിമയിൽ ആ പോസ്റ്റർ എവിടെ വെച്ചിട്ടുണ്ട്. മറ്റേ ആർന്ന് എന്നോട് പറഞ്ഞു അതാ ഉദ്ദേശിച്ചത്, മനസ്സിലായി? ഇത് മറ്റേ ഫഹദിന്റെ സിനിമയില്ല, എന്തെന്ന് കുതിരയെന്ന് പറയാ. കുതിരേന്ന് തോന്നുന്നല്ല. കുതിരയെന്ന് പടം കണ്ടിട്ടാ ഇല്ല. അതില് ഫസ്റ്റ് പെണ്ണിനെ കാണാൻ കുതിരേന്ന് അപ്പൊ ഭ്രാന്തായിട്ട് വീട്ടില് നായിക പ്രിയ. അതല്ല ഇത് കൊറേ മുമ്പേ ഇറങ്ങി. അതല്ല, ഇതിപ്പോ ഇറങ്ങിയല്ലേ. അതല്ല, ഇത് പറയോ, റിവ്യൂ പറയോ? സിനിമ എന്ന് വെച്ചാ ഭയങ്കര പീസ്ഫുൾ, കാം, നല്ല രസമാണ് കണ്ടിരിക്കാൻ, അല്ലേ? ഫ്രഷ് കോമഡി സിനിമ എന്ന് വെച്ചാൽ നമ്മ ഫസ്റ്റ് ഇവനെ കാണുന്നെ ഇവനോട് ഓഫായി ഇത് മൂന്നേയില്ല ഇപ്പൊ അടിച്ചു. സിനിമ എന്ന് വെച്ചാല് മറ്റേ ഇവനെ കാണുമ്പോ നമുക്ക് ചിരിക്കാൻ തുടങ്ങും. ബിജുമൻ ഇവർ രണ്ടാള് കോംബോ ആലോചിച്ച സമയത്ത് മനസ്സിലായ ഇവർ രണ്ടാള് വന്ന എങ്ങനെയുണ്ട്. മറ്റേ നമ്മളെ ഇവനൊരു പൊട്ടുന്നൊരു സിനിമയില്ലേ, എന്നാ സിനിമയിലായിരുന്നാണ് ഇവനെ സപ്ലൈയിൽ അടിച്ചിട്ടിരിക്കുന്നത്? ആ സിനിമ അതാ എനിക്ക് ഓർമ്മ വന്നിട്ട് ഒരേ ചിരി. ഞങ്ങൾക്ക് എന്തായാലും അറിയാം ഇവരെന്തായാലും നല്ല നല്ല കോമഡീസ് കുറെ കാലത്തിന് ശേഷം ചളിയൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ട് കോമഡി. അതൊന്നാമത് നിവിനായോണ്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ മറ്റേ തന്നെ മനസ്സിലായി. അജു വർഗീസ്. ആദ്യം എന്താ പറഞ്ഞ സിനിമ എല്ലാരും പോയി കാണണം, ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. പിന്നെ കുറച്ച് സെക്കൻഡ് ഹാഫ് കഥ വേറെയാവുന്നുണ്ട്, ഫസ്റ്റ് ഹാഫ് കഥ പറയും, സെക്കൻഡ് ഹാഫ് കഥ വേറെയാണ്. ഒരു പ്രോപ്പർ ആ ഒരു സത്യനന്ദിക്കാടിന്റെ പടത്തിന്റെ ആ ഒരു ഇമോഷൻ എല്ലാ സാധനം ഉണ്ടായില്ല അവരെ പടത്തിൽ. ഞാൻ പറയുന്നേ കഥല്ല, ഈ സിനിമ ഞാൻ പറയുന്നേ അതിൽ ഇമോഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഓട്ടോറിക്ഷയുടെ ബാക്കില് ഫ്രണ്ടില് ഹൃദയപൂർവ്വം എഴുതിയിട്ടുണ്ടായി. ലൈക്ക് അതാ വേറെ ഇതല്ല, ഞാൻ പറയുന്ന കഥല്ല. ഇത് സിനിമയിൽ ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് ഇവ ആദ്യം ഒരു പാവപ്പെട്ടനും പിന്നെ ഈ പൂജലും ചെയ്ത് വലിയ പൈസക്കാരനാവുന്ന എന്റെ മൈൻഡിൽ എങ്ങനെയാന്നുണ്ടായ ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നു. ഇമോഷണലി കണക്ട് ഇമോഷണൽ എന്നാണ് അവരെ കുറെ കാര്യങ്ങൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇതും പിന്നെ കുറെ പാട്ടുകളെല്ലാം ഇങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റും. എങ്ങനത്തെ പാട്ടുകൾ അടിച്ച് കറക്കുക ഇതിൽ കൊറേ പാട്ടുണ്ട്. പിന്നെ ഇവരെ അഭിനയം അടിപൊളിയായിരുന്നു. നിവിൻ പോളിയുടെ കുറെ നാൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ കാണും. എല്ലാത്തിലും അഭിനയത്തിന് കുറവൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ നല്ല അല്ലേ പടങ്ങൾ. പക്ഷെ എനക്ക് മറ്റേ പടം ഇഷ്ടമായി കേട്ടോ. ഇതിന് മുമ്പ് ഇറങ്ങിയ അതൊന്നും എന്റെ ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടാ. ഇത് ഭയങ്കര എല്ലാ സ്ക്രീനിലും 3 സ്ക്രീനിലും 3 സ്ക്രീനിലും നമ്മളെ ചെക്കന്റെ പടം, ചെക്കൻ അണ്ണന്റെ പടം. പിന്നെ അങ്കിൾ പടം ഉണ്ട്. ബറോസിന്റെ ഡ്രോമ ഇതിനെ മാറി സത്യം എന്നോട് ഇതാ ഞാൻ ആലോചിക്കല് ബറൂസ് കൊണ്ട് ഞാൻ ഇരുന്ന്. പക്ഷെ അതൊന്നും ബറോസ് ഒന്നും അല്ലാതെ തോന്നിയ മറ്റേ തെലുങ്കിന് കയറിയപ്പോ അത് എന്റെ മോനെ അത് തലയിൽ എന്തല്ലോ അതിനത്. സിനിമ എന്ന് വെച്ചാൽ ഭയങ്കര ഫീൽ ഗുഡ് മൂവിയാണ്. ആ സിനിമയുടെ ഗ്രേഡിങ്ങും ആ ക്യാമറകളും ഒരു നാട്ടിൽ എങ്ങനെയാ നടക്കുന്നത് അതാണ് അതിൽ കാണിക്കുന്നത്, മനസ്സിലായി? ഒരു എല്ലാ റിവ്യൂലും ഇവൻ ക്യാമറ ആംഗിൾ ഉണ്ടാവും, ഫ്രെയിം ഉണ്ടാവും, ഇങ്ങനെ കുറച്ച് വാക്കുകൾ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. എവിടെങ്കിലും ഇട്ടത് സിനിമ ഗ്രേഡിംഗ് എല്ലാം അടിപൊളിയാണ്. ലൈക്ക് ഒരു ഫീൽ ഗുഡ് മൂവി. ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ കളർ ഗ്രേഡിംഗ് ലൈക്ക് ഒരു ഭയങ്കര നമുക്കറിയാം നമ്മ ഇങ്ങനെ ഒരു നാട്ടിൽ പോയാലും എങ്ങനെയായിരിക്കും ആ നാടിന്റെ ഒരു ഇത് ഞാൻ ആലപ്പുഴ ആയിരിക്കണം ഇത് ഈ സിനിമയുടെ ഇതെടുത്തിട്ട്. കുറെ വയലുണ്ട്, നാടൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഗുഡ് നാടായിരുന്നു അത്. വീടും അങ്ങനത്തെയാണ്, ഒരു ഓടിട്ട വീടും പണ്ടത്തെ ആൾക്കാരും. ഇല്ലം ഇവര്
വീടില്ലല്ലോ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടാ ഞാൻ ആദ്യം അങ്ങനത്തെ വീട് കൊറേ അപ്പൊ കുറേ, okay. എല്ലാരും പോയി കാണുക. ഇതില് റിവ്യൂ കണ്ടുപിടിക്കുന്നവർക്ക് ഒരു സമ്മാനമുണ്ട്, സിനിമ റിവ്യൂ. അപ്പൊ എല്ലാരും വന്ന് കാണുക. അർച്ചനയിലാണ് ഇപ്പൊ എല്ലാരും കോളേജും സ്കൂളിലും പൂട്ടിയിട്ടല്ലേ എല്ലാരും വന്ന് കാണുക. ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് കഴിഞ്ഞു, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷം അണ്ണന്റെ പടം നമ്മ ഇനി അടുത്ത വർഷം വിജയൻ ഏത് ജനനായക ഇത് പണ്ടേ പറയുന്നുണ്ടല്ലോ. വെറുതെ മമിത പറഞ്ഞ തിരിച്ചിരുന്ന ഇലക്ഷനിൽ പൊട്ടിയ തിരിച്ചിരുന്നു. അതല്ല ഞാൻ പറയുന്നേക്ക്, ഇത് നമ്മളെ 2025 ലാസ്റ്റത്തെ മൂവി റിവ്യൂ ആണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതിൽ 3 ഏറ്റവും കൂടുതൽ എത്തിയില്ലെങ്കിൽ വലിയ കാര്യം. ഏകദേശം നമ്മ ഒരു 40ന്റെ മുകളിൽ സിനിമ ഞാൻ നോക്കി കണക്ക് ഒരു 5000 1 ലക്ഷം റുപ്യ വില ടിക്കറ്റ് അമ്മ 1 ലക്ഷം വെറുതെ 1 ലക്ഷത്തെ ഫുഡ് അടക്കം 1 ലക്ഷം 160 നോക്കുമ്പോ 5000 കൂട്ടണം. ഇന്ന് അടുത്ത പ്രാവശ്യം മുതൽ അമ്മ #1 ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇതുണ്ടാവുക. ഇപ്പോൾ 700 എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈടത്തം വരെ എത്തിയില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം നമ്മ നിങ്ങളെ ഇയർ തുടങ്ങുമ്പോ 200. നമ്മളെ 2025 നമുക്ക് കൊറേ സാധനം ഉണ്ട്. കുറെ വൈറലായിട്ടുണ്ട് 2025. നമ്മളെ ഒന്ന് മാർക്കോ, പിന്നെ സോറി സോറി ഗൈസ്, ബറൂസ് 2024 ഞാനക്ക് ഇപ്പൊ അത് ലാസ്റ്റ് ഡിസംബറില്. എന്നാലും ഓക്കെ. അതന്നെ നമ്മളെ പുതിയ അമ്മയ്ക്ക് 1 കൊല്ലം കണ്ടിന്യൂ ആയിട്ട് അമ്മ ചെയ്തിന്. അത് അപ്രീസിയേഷൻ ചെയ്യേണ്ടതാണ് നമ്മളെ 3 നാളെയും. നമ്മളെ ഈ റിവ്യൂലും കണ്ടിട്ട് കുറെ ആൾക്കാർ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇവന്റെ ഇൻസ്റ്റാ റിവ്യൂ കണ്ടിട്ട് അതെല്ലാരും കാണണം. എല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ, ഒരു 3-4 ആൾക്കാർ കാണലുണ്ട് എന്ന് പറഞ്ഞു. താങ്ക് യു ഫോർ അവർക്കും കാണാത്തായിരിക്കും. ഞാനോട് ഒരു ചങ്ങായി പറഞ്ഞു, അത് നാട്ടിലല്ല, ദുബൈ അബ്രോഡ്. അപ്പം എല്ലാരും വന്ന് കാണുക, കാണാണ്ടവര് കാണണ. അപ്പം ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ.